അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ്. ഓക്കെ, നമുക്ക് ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇന്ന് 29ാമത്തെ നോമ്പാണ് അല്ലേ? 29ാമത്തെ നോമ്പും നോറ്റിട്ടുള്ള, അഥവാ 28 നോമ്പും ഇന്നും നോമ്പ് നോറ്റിട്ടുള്ള കുട്ടികൾ കമൻറ്റ് ചെയ്യുക. മാഷാ അല്ലാഹ്, 29ാമത്തെ നോമ്പും നോറ്റിട്ടുണ്ട് അല്ലേ? ഒരുപാട് കുട്ടികൾ. മാഷാ അല്ലാഹ്, അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ. ഓക്കെ, ദ കീ ടു ജന്നയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈദുൽ ഫിത്തറിലെ മുഴുവൻ സുന്നത്തുകളും പ്രാവർത്തികമാക്കാം. അതാണ് ഹെഡിങ്. ഒന്നാമതായിട്ട്, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്നും പുറപ്പെടും മുമ്പ് വല്ലതും കഴിക്കുക. പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ്. ഈദുൽ ഫിത്തറിൽ പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. എന്ത്? നമസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ഒന്ന് ലഘുവായ എന്തെങ്കിലും കഴിക്കുക. അതേപോലെ ഒറ്റയായ അവസാനിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയായി ഈത്തപ്പഴം കഴിക്കലായിരുന്നു എന്നതാണ് പ്രവാചകൻ, അതാണ് ഇഷ്ടം, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒറ്റയായി അവസാനിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കഴിക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കഴിയുന്ന രീതിയിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. രണ്ടാമതായിട്ട്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. പുതിയ വസ്ത്രം വാങ്ങിയിട്ടുള്ള കുട്ടികൾ പുതിയ വസ്ത്രം ധരിക്കുക. അല്ലാത്തവർ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായി, ഈദ് നമസ്കാരത്തിന് മുമ്പ് തന്നെ ആ ഒരു ഇമാമ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് വരെ നമുക്ക് തക്ബീർ ചൊല്ലാം അല്ലേ? അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എപ്പോഴാണോ പെരുന്നാളാണ് എന്നറിയുന്നത് ആ ഒരു സമയം മുതലേ തക്ബീർ ചൊല്ലാൻ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമതാണ് അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് 3 അല്ല ഇനി 4 മാഷാ അല്ലാഹ്. അപ്പോൾ നാലാമതായിക്കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ? മാഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കി തരട്ടെ. നാലാമതായിട്ട്, പെരുന്നാൾ നമസ്കാരം ഈദ് മുസല്ലയിൽ വെച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ചില കുട്ടികളൊക്കെ പെരുന്നാൾ നല്ല വസ്ത്രം ഇതൊക്കെ വാങ്ങും, പക്ഷേ പെരുന്നാൾ നമസ്കാരം വീട്ടിൽ നിസ്കരിക്കും. അങ്ങനെ ആവരുത്. നമ്മൾ കഴിയുന്നത് മുസല്ലയിലേക്ക് തന്നെ പോവാം കേട്ടോ. ഓക്കെ, അഞ്ചാമതായിക്കൊണ്ട് കുടുംബബന്ധം ചേർക്കുക. അതിന് വലിയ പ്രതിഫലമുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളിന് വളരെ സന്തോഷമേകുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ? ഓക്കെ, എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പെരുന്നാളിൽ ഒരാളെ കാണുമ്പോൾ, നമ്മുടെ കൂട്ടുകാരന്മാരെ കാണുമ്പോഴൊക്കെ എന്താ പറയേണ്ടത്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അള്ളാഹു നിങ്ങളിൽ നിന്നും ഞങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മൾ ചെയ്ത അമലുകൾ, സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ ആ ഒരു ദിവസം ആരെ കാണുകയാണെങ്കിലും ഈ ഒരു പ്രാർത്ഥന ചൊല്ലുക. ഓക്കെ, ആറാമതായിട്ട്, പെരുന്നാൾ മുസല്ലയിലേക്ക് നമ്മൾ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള വഴികൾ സ്വീകരിക്കുക. വേറെ വഴികൾ സ്വീകരിക്കുക. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ച ഒരു കാര്യമായിരുന്നു. നാലാമതായിക്കൊണ്ട്, പെരുന്നാൾ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക. ചില കുട്ടികളിങ്ങനെ നോക്കും, ഓരോരുത്തരിങ്ങനെ വരുന്നതും ഓരോ ഡ്രസ്സ് ഉഷാറാണ്, ഓരോ ഡ്രസ്സ് ഉഷാറാണ് അങ്ങനെ പറയും. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 7ഓളം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഹിഫ്ളിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് പഠിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളെന്താക്കണം, നമ്മൾ ഇന്ന് എടുക്കാനുള്ളത് 29, 30 ആയത്തുകളാണ്. 28 വരെയുള്ള ആയത്തുകൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നോക്കാം. 29, 30 ആയത്തുകൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين فمن يأتيكم بماء معين. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ഒരുമിച്ച് ഓതി പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഓതാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. قل هو الرحمن آمنا به وعليه توكلنا 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 فستعلمون من هو في ضلال مبين. فستعلمون من هو في ضلال مبين. قل أرأيتم إن أصبح ماؤكم غورا قل أرأيتكم أصبح ماؤكم غورا قل أرأيتم قل أرأيتم قل أرأيتم إن أصبح ماؤكم غورا قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين فمن يأتيكم بماء معين فمن يأتيكم بماء معين فمن يأتيكم بماء معين. മാഷാ അല്ലാഹ്. അപ്പം എല്ലാവരും ഓതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇത് തുടർച്ചയായി നമ്മൾ എന്താക്കണം, ഇത് കേട്ട് പഠിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. أعوذ بالله من الشيطان الرجيم. قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين. പറയുക, അവൻ പരമകാരുണികനത്രേ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവൻ്റെ മേൽ തന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അറിയാറാകും സ്പഷ്ടമായ കഴിവിൽ ആരാനുള്ളത് എന്ന്. അപ്പം എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് അവരോട്, ഞങ്ങളെന്തായാലും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹ്ക്ക് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആർക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ആരാണ് വഴിപിഴവിൽ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അവരെന്താക്കി അള്ളാഹിനെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹ്ക്ക് ഭരമേൽപ്പിച്ചിട്ടില്ല. അപ്പം അവരാണ് എന്തിട്ടുള്ളത്, വഴികേടിലായിട്ടുള്ളത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅ്തീകും ബിമാഇൻ മഈൻ. പറയുക, നിങ്ങൾ കണ്ടുവോ, നിങ്ങളുടെ വെള്ളം തീർന്നാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവന്ന് തരിക. അപ്പം അവരോട് ചോദിക്കുകയാണെന്ത്, നിങ്ങൾക്ക് ഉള്ള വെള്ളം നിങ്ങൾ വറ്റിത്തീർന്നാൽ ആരാ നിങ്ങൾക്കുള്ള വെള്ളം കൊണ്ടുവന്ന് തരിക? അള്ളാഹ് അല്ല അതിന് ഇതായിട്ടുള്ളൂ. അള്ളാഹ് അല്ല നമുക്ക് വെള്ളം തരുന്നതും ഭക്ഷണം തരുന്നതും എല്ലാം അള്ളാഹല്ലേ തരുന്നത്. അപ്പം നിങ്ങൾ അള്ളാഹിനെ സ്തുതിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹ്ക്ക് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കും, അള്ളാഹ് അതും ചിലപ്പം എടുത്തു കളയും. ആ അനുഗ്രഹം ചിലപ്പോൾ അവരിൽ എടുത്തു കളയും. അള്ളാഹ് എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹം കൊടുക്കും. അള്ളാഹ് കാരുണ്യമുള്ളവനാണ്. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കി നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിൽ ഉറച്ച് അള്ളാഹുവിൻ്റെ ഇതിൽ ഉറച്ച് നിന്ന്
ജീവിക്കുക. ഇൻഷാ അള്ളാഹ് ഈ 30 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മളെന്തായിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാ. അപ്പം നമ്മൾ അള്ളാഹിനെ സ്തുതിക്കുക. എന്താണ് നമ്മൾ ഈ റമളാനിൽ എന്തായിട്ടുണ്ട് ഒരു സൂറത്ത് ഫുള്ള് പഠിച്ച് അല്ലേ. അപ്പം ഒരു സൂറത്ത് ഫുള്ള് പഠിക്കുക എന്നുള്ള സിമ്പിൾ ഇതായിരുന്നില്ല. അള്ളാഹിൻ്റെ നമുക്ക് നല്ല പ്രതിഫലം കിട്ടും. ഒരു ഹർഫിന് എന്താണ് 10 പ്രതിഫലമാണ്. അപ്പം നമ്മളതൊക്കെ നിയത്ത് വെച്ചിട്ട് പഠിച്ചത് 30 ആയത്ത് പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ ആയത്തുകളെല്ലാം എന്താക്കുക നമ്മൾ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓരോ സന്ദർഭം ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ പഠിച്ചത് ഇങ്ങനെ എന്താക്കുക റിവൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. എന്നാലും നമ്മൾ എന്താക്കില്ല ഇത് മറക്കൂല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇമാമൊക്കെ നിൽക്കുമ്പോൾ എന്താക്കും നമുക്കിത് ഓതാൻ കഴിയും അല്ലേ. അപ്പം ഇൻഷാ അള്ളാഹ് ഇതുവരെയുള്ള ആയത്തുകളെല്ലാവരും പഠിക്കുക. എന്നിട്ട് നിങ്ങളെ പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്തൊരു നമുക്ക് വീണ്ടും കാണാം. മാഷാ അല്ലാ, മനോഹരമായി നമുക്ക് ഹിഫ്ള് പഠിപ്പിച്ചു തന്നു അല്ലേ. നിങ്ങൾ പഠിച്ചോ? ഹിഫ്ളാക്കിയോ? മാഷാ അല്ലാ, ബറക്കല്ലാ, സന്തോഷം. ഓക്കെ, ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണല്ലേ ഹിഫ്ള്. മാഷാ അല്ലാ. അപ്പോൾ മുഴുവനും ഹിഫ്ളാക്കിയിട്ടുള്ള കുട്ടികൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അവർ ഹാൻഡ് റൈസ് ചെയ്യുക, പേര് എഴുതുക, സ്ഥലം എവിടെയാണുള്ളത് എഴുതുക, അതേപോലെ മദ്രസയുടെ പേര് എഴുതുക, അതേപോലെ ഹിഫ്ള് ട്രാക്കറിൽ നല്ല രീതിയിൽ തന്നെ മനോഹരമായിട്ടുള്ള കളറ് കൊടുക്കുക. ഓക്കെ, ഇന്ന് ഈദ് കാർഡ് ഉണ്ടാക്കാനാണ്, അഥവാ നമ്മുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും നൽകാൻ സ്വന്തമായി ഈദ് കാർഡ് നിർമ്മിക്കുക. അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ തന്നെ മുമ്പോട്ട് ഇങ്ങനെ വരുന്നത് എഴുതിയതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇൻഷാ അല്ലാഹ് അങ്ങനെ മനോഹരമായിട്ടുള്ള ഈദ് കാർഡ് സ്വന്തം കരങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുക. നിങ്ങൾ താത്താരോട് കാക്കാരോടൊക്കെ ചോദിച്ചു നോക്കുക എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ സുന്ദരമായി ഉണ്ടാക്കുക. എന്നിട്ട് സർപ്രൈസായിട്ട് ഉമ്മാക്കും ഉപ്പാക്കും അവർക്കൊക്കെ കൊടുക്കുക. അവർ വല്ലാത്ത സന്തോഷത്തിലാവും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് പോയിൻ്റ് എഴുതുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.